കൊല്ലും, കുത്തിക്കൊല്ലുക ചെയ്യുക, ഹാർട്ടിലേക്ക്, കറക്റ്റ് ഹാർട്ടിലേക്ക്. 10 വർഷം എടുക്കും ഒരു കുംകിയെ നമ്മൾ കുംകിയാക്കി എടുക്കണം. 2009 യഥാർത്ഥ ടൈഗർ ഇഷ്യൂസ് വയനാട് വരുന്നത്, ഫസ്റ്റ് കേസ്. അന്ന് ക്രൗഡ് ഭയങ്കര വയലൻ്റ് ആയിരുന്നു. ഞങ്ങളെ പിടിച്ചു വെക്കുകയും തലയിൽ പെട്രോൾ ഒഴിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ക്രൗഡ് ഭയങ്കരമായിട്ട് പാനിക്കായി. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതിനു മുമ്പ് വയനാട് ഉണ്ടായിട്ടില്ല. ഹൈവേ 15 ദിവസത്തോളം അടച്ചിട്ടു. കേരളത്തിന്റെ വനാതിർത്തികളിൽ വന്യമൃഗം ഇറങ്ങിയെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നൊരു പേരുണ്ട്, ഡോക്ടർ അരുൺ സക്കറിയ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തൻ്റെ ദൗത്യം പൂർത്തിയാക്കി മാത്രം മടങ്ങുന്ന കേരള ചീഫ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയാണ് ഇന്ന് നമുക്കൊപ്പം ചെയ്യുന്നത്. സ്വാഗതം. നമസ്കാരം. കാടിനും നാടിനും ഒരുപോലെ രക്ഷകനായ ഒരാൾ എന്ന് വിശേഷിപ്പിച്ച കുറച്ചധികമാവോ? രക്ഷകൻ എന്നതിനെക്കാട്ടും കൂടുതൽ മാനേജ്മെൻറ്റാണ്. അതിന് ബെനിഫിറ്റ്സ് ഉണ്ടാവും. മൃഗങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമായിരിക്കും. ഒരു നാട്ടിലിറങ്ങുന്ന ഒരു പുലി വെടിവെച്ച് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരു പുലിയുടെ ഒരു അറ്റാക്കിൽ ഒരു മനുഷ്യൻ വരുമ്പം അവിടെ നമുക്ക് പുലിയെ പിടിച്ച് മാറ്റാൻ പറ്റുന്നത് മനുഷ്യനെ രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു മാനേജ്മെൻറ്റാണ്, റാദർ ദാൻ ഒരു ഗ്ലോറിഫിക്കേഷനെക്കാട്ടും കൂടുതൽ മാനേജ്മെൻറ്റാണ്. അപ്പോൾ മാനേജ്മെൻ്റ് ഒരു പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വരുന്ന ബോൽഫലകങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. ഏതാണ്ട് ഒരു 30 വർഷത്തോളമായി ഈ മേഖല, 30 വർഷത്തിന് മേലെ എന്ന് തോന്നുന്നു. അന്ന് ഡോക്ടർ അരുൺ സക്കറിയയ്ക്ക് മുന്നിൽ മാതൃകകളില്ല. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെയല്ല. പല മാറ്റങ്ങൾ വന്നു, പല രീതികൾ വന്നു, പലതും അനുഭവങ്ങളിലൂടെ മാത്രം ആർജിച്ചെടുത്ത കുറേ കാര്യങ്ങളുമുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും എന്താണ് ഫീൽ ചെയ്യുന്നത്? 2 രീതിയിലാണ് ഞാനതിനെ അപ്രോച്ച് ചെയ്തത്. ഒന്ന്, പഴയ ആൻഡേഴ്സൺ കഥകളൊക്കെ കേൾക്കുകയാണെങ്കിൽ നമ്മൾ പ്രോബ്ലമാറ്റിക് ആനിമലിനെ നമ്മൾ വെടിവെച്ച് കൊല്ലുന്നു. അതൊരു വലിയൊരു റെസ്ക്യൂ ആയിട്ട്, ഒരു ജനങ്ങളെ രക്ഷിക്കായിട്ട് തന്നെയാണ് ആൻസർ ചെയ്യുന്നത്. അതൊരു സോഷ്യലായിട്ടുള്ള ഒരു പ്രോബ്ലത്തെ ആൻസർ ചെയ്യുന്ന ഒരു വഴിയാണ്. അതേസമയം നമ്മളിപ്പോഴത്തെ ചലഞ്ച് അതല്ല. ഓക്കെ, പ്രത്യേകിച്ച് അതേപോലെ തന്നെയാണ് വലിയൊരു ഗ്രൂപ്പ് ക്യാപ്റ്റീവ് എലഫൻസിൻ്റെ മുകളിൽ വർക്ക് ചെയ്ത്. ഇപ്പോൾ ചീരൻ സാറ്, പണിക്കർ സാർ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റീവ് എലഫൻറ്റിൻ്റെ മുകളിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അവർ നിക്കോട്ടിൻ എക്സ്ട്രാക്റ്റ് ഒക്കെ വെച്ചിട്ട് അന്ന് ചെയ്ത 60കളിൽ ചെയ്ത ആൾക്കാരാണ്. ഒരു ഹ്യൂജ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡിൽ നമ്മൾ ചെയ്യുമ്പം ഒരു സോഷ്യൽ ആസ്പെക്റ്റ് മാത്രമല്ല, ഇതിനൊരു എക്കോളജിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്, ഒരു എക്കണോമിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്, പല രീതിയിൽ ഇതിന് ഡയമെൻഷൻസ് ഉണ്ട്. ആ ഡയമെൻഷനെല്ലാം കൂട്ടിയിണക്കി ഈ കോൺഫ്ലിക്റ്റിനെ കാണുക എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അപ്പോൾ ഇതിന് മുമ്പ് ഇത് ചെയ്തിരുന്നില്ല. മുമ്പ് ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഒരു എലഫൻ്റ് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടായിരുന്നു അപ്രോച്ച് ചെയ്തത്. ഇപ്പോൾ അത് മാറ്റിയിട്ട്, അതായത് ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ഒരു സോഷ്യൽ, എക്കണോമിക്, എക്കോളജിക്കൽ, ഈ എല്ലാ പെർസ്പെക്റ്റീവിലും കണ്ട് ഡ്രോ ചെയ്ത് ഒരുമിച്ച് നിർത്തിയിട്ട് ആ പ്രോബ്ലത്തിന് ആൻസർ ചെയ്യാന്നുള്ളൊരു ലെവലിലേക്കാണ് ഇപ്പോൾ എടുക്കുന്നത്. ഒരു വലിയൊരു അപ്രോച്ചാണ്. ഓക്കെ, ഇത് മുമ്പുണ്ടായിരുന്നില്ല. ഈ ചേഞ്ചാണ് ആക്ച്വലി നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ഒരു മെയിൻ ഫോഴ്സ്. അതായത് നമ്മളൊരു എന്താ പറയുക, ഒരു ക്ലിനിക്കൽ കേസിൽ നിന്ന് നമ്മളൊരു എപ്പിഡമിയോളജിക്കൽ പ്രൊപ്പോർഷനിലേക്ക് ഒരു സാധനം കൊണ്ടുപോകുന്ന പോലെ തന്നെ ആ എല്ലാ ആംഗിളും പരിശോധിച്ചിട്ട് ഇതിനെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ആയാലും ഡിസീസ് ആയാലും ബാക്കി പ്രോബ്ലംസ് ആയാലും എങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് പുതിയ അപ്രോച്ച്. ഈ അപ്രോച്ച് കുറച്ച് കാലമായിട്ടേ വന്നിട്ടുള്ളൂ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ സയൻസ് നെയ്വാണ്, വളരെ പുതിയൊരു സയൻസാണ്, അധികം കാലഘട്ടമൊന്നും ആയിട്ടില്ല ഇങ്ങനെയുള്ള രീതിയിലേക്ക് അപ്രോച്ച്. അപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ആൻസർ ഒരു വെറ്ററിനറിയൻ മാത്രമാണ്. അങ്ങനെയല്ല, അതിനകത്തൊരു ബയോളജിസ്റ്റ് ഉണ്ട്, സോഷ്യോളജിസ്റ്റ് ഉണ്ട്, മാനേജേഴ്സ് ഉണ്ട്, ഇതൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു രീതിയിലേക്കുള്ള ഈ സാധനത്തിൽ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ചലഞ്ച്. അതാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് വളരെ ഇൻറ്റൻസീവായിട്ട് ചെയ്യുന്നുണ്ട്, അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ക്രൂഷ്യലായിട്ടുള്ളൊരു ഘട്ടത്തിലായിരിക്കും സാർ അടക്കമുള്ള ടീം അവിടെ എത്തിയിട്ടുണ്ടാവുക. ഒരു ആനയെ പിടിക്കാനോ കടുവയെ പിടിക്കാനോ ഒക്കെ ആയിട്ട് ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കും. ക്രൗഡ് മാനേജ്മെന്റ് ശരിക്കും എങ്ങനെയാണ് പറ്റുക? അതൊരു വലിയൊരു പ്രശ്നമാണ് ഈ പറഞ്ഞത്. പ്രശ്നത്തിൻ്റെ ഡേഞ്ചർ പൊട്ടൻഷ്യൽ എന്താണ് സമൂഹത്തിന് അറിയില്ല. സമൂഹത്തിന് ഒരു ക്യൂരിയോസിറ്റി മാത്രമേ ഉള്ളൂ. മേ ബി ഇതിൻ്റെ ഇരകളായിരുന്നിരിക്കണം അവർ, അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധം ഉണ്ടാവാം. ഇല്ലെങ്കിൽ കുറേ ആൾക്കാർ ക്യൂരിയസ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് എന്താ നടക്കുന്നതെന്ന് കാണാൻ. പക്ഷേ ഇതൊരു റിസ്കി ഓപ്പറേഷനാണ്. ഇപ്പം പല ആൾക്കാരും മരിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സ്റ്റാഫ് മരിച്ചിട്ടുണ്ട്, ആനചൂട്ടി മരിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു കോൺഫ്ലിക്റ്റ് മിറ്റിഗേഷൻ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹുസൈൻ മരണപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെ ഒരു റിസ്കി ഓപ്പറേഷനിൽ നമുക്ക് ഈ ക്രൗഡ് ഉണ്ടാവുമ്പം അതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് വരും. ഇതിന് കൃത്യമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻസർ ചെയ്തുകൊണ്ട് ഇതിലിപ്പം ചെയ്യുന്നത് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഇപ്പം നമ്മൾ ഇതുവരെ ഉണ്ടാകുന്ന പെർസ്പെക്റ്റീവ് നിന്ന് മാറിയിട്ട് നമ്മളിപ്പോൾ ഇതിനെ എന്താ ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്ററായിട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ, അപ്പോൾ ഒരു പ്രോബ്ലം സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആകുമ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൂടി. കളക്ടറിന് ഉത്തരവാദിത്തമുണ്ട്, SP ഉത്തരവാദിത്തമുണ്ട്, എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്, പഞ്ചായത്തിന് ഉത്തരവാദിത്തമുണ്ട്.
ഇവർക്കെല്ലാം ഉത്തരവാദിത്തത്തിൻ്റെ മുകളിലാണ് ഇത് ചെയ്യുന്നത്. പണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചെയ്ത സംഭവം ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് മാറുമ്പം ഇതൊരു കളക്റ്റീവ് ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് സ്റ്റൈലിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ക്രൗഡ് കൺട്രോൾ നമുക്ക് ഈസി ആയിട്ട് വരും. ലോക്കൽ ലീഡേഴ്സ് ഉണ്ടാവും, പോലീസ് ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാവും. ഒരു സാധാരണ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ നമ്മൾ 144 ഡിക്ലെയർ ചെയ്യുകയാണ്. 144 അല്ല, ഇപ്പോൾ അത് മാറി. ചില കേസുകളിൽ നമുക്ക് പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. ചില സിറ്റുവേഷൻസ് അങ്ങനെ ഏതെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അത് ഇഷ്ടം പോലെ 2009 എൻ്റെ ഫസ്റ്റ് യഥാർത്ഥ ടൈഗർ ഇഷ്യൂസ് വയനാട് വരുന്നത്. ഫസ്റ്റ് കേസ് അന്ന് ക്രൗഡ് ഭയങ്കര വയലൻ്റ് ആയിരുന്നു. ഞങ്ങളെ പിടിച്ചു വെക്കുകയും തലയിൽ പെട്രോൾ ഒഴിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ടൈഗർ ഇറക്കി. ഈ ടൈഗറിന് കർണാടക റിലീസ് ചെയ്തായിരുന്നു. ആക്ച്വലി ഒരു കാറ്റൽ ലിഫ്റ്റർ ആയിരുന്നു. കർണാടക ക്യാപ്ചർ ചെയ്തു, അത് കേരള ബോർഡറിൻ്റെ വെച്ച് അവർ റിലീസ് ചെയ്തു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ബത്തേരി ടൗണിലെത്തി. പിന്നെ റാമ്പൻ്റായിട്ട് ആനിമൽ ലിഫ്റ്റിംഗ് ആയിരുന്നു. ഈ ആനിമൽ ലിഫ്റ്റിംഗ് വന്നോടെ ക്രൗഡ് ഭയങ്കരമായിട്ട് പാനിക്കായി. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതിനു മുമ്പ് വയനാട് ഉണ്ടായിട്ടില്ല. അതായിരുന്നു തുടക്കം. അതൊരു വല്ലാത്ത ഫ്ലെയറപ്പായി. ഹൈവേ 15 ദിവസത്തോളം അടച്ചിട്ടു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു വയലൻ്റ് ആയ സിറ്റുവേഷൻ ആയപ്പോഴാണ് അപ്പോഴാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് ഫേസ് ചെയ്യുന്നത്. അവിടുന്ന് സ്ലോ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഇപ്പോൾ സ്റ്റേറ്റ് ഡിസാസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്തു. വളരെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം ഇതൊരു സോഷ്യൽ പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാക്കുകയും കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇതാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് മാറുകയാണ്. മറ്റേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ഉത്തരവാദിത്തത്തിൽ നിന്ന് സമൂഹം ഇതിനെ ഏറ്റെടുക്കുകയാണ്. ഓക്കെ, ആ ലെവലിലേക്ക് മാറുമ്പോഴാണ് അതാണ് ഇതിൻ്റെ അപ്രോച്ചിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ആനയെ പിടിക്കുന്ന സമയത്തൊക്കെ ഒരേ സമയം നമുക്ക് കൈയടിയും കിട്ടും, അതേസമയം വിമർശനവും കിട്ടുമല്ലോ. ആനപ്രേമികളുടെ ശത്രുവാണോ? ഒരു പ്രശ്നത്തെ നമ്മൾ ആൻസർ ചെയ്യണം. ഒരു എലഫന്റിനല്ല ആൻസർ ചെയ്യുന്നത്. പെട്ടെന്ന് പിടിക്കേണ്ട കേസുകൾ വന്നിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ PM2 എന്ന് പറഞ്ഞ കേസ്. PM2 ഒരു പന്തല്ലൂർ മക്കന എന്ന് പറഞ്ഞൊരു ആനയായിരുന്നു. പന്തല്ലൂർ സുൽത്താൻ ബത്തേരി നമ്മൾ ഗൂഡല്ലൂർ പോകുന്നതിന് ഇടയ്ക്കുള്ള ഹൈലി കോൺഫ്ലിക്റ്റ് ആയിരുന്നു. 160 വീടുകൾ തകർത്തിട്ടുണ്ട്, ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. ഒരു മോഴ, വലിയ സൈസൊന്നും ഇല്ലാത്തൊരു മോഴയാണ്. അവരിതിനെ പിടിച്ചു, കോളർ ചെയ്തു, കുറേ കാലം നോക്കി, അതിനെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്തു, മാറ്റിയിട്ട് അതിനെ വിട്ടപ്പം പിന്നെ അത് നേരെ ഇറങ്ങിയത് സുൽത്താൻ ബത്തേരി ടൗണിൽ. അത് ആൾക്കാരുമായിട്ട് വളരെ ഫെമിലിയറാണ് ഈ എലഫൻറ്റ്. വളരെ ഫെമിലിയർ എന്ന് പറഞ്ഞാൽ ആൾക്കാരില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പോലെ. ഇത് നേരെ സുൽത്താൻ ബത്തേരി ടൗണിലേക്ക് വന്നു. നമ്മളെ സ്റ്റാഫ് ഓടിച്ചു. ടൗണിനടുത്ത് തന്നെയാണ് അവിടെ ഒരു KSRTC ഡിപ്പോ ഉണ്ട്. അതിൻ്റെ പുറകിൽ ഫോറസ്റ്റാണ്. അവിടെ വന്ന് നിൽക്കും. രാത്രിയാകുമ്പോൾ ഓടി ഇറങ്ങി ടൗണിലേക്ക് വരും. ഒരാൾ അറ്റാക്ക് ചെയ്തു. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. എല്ലാം അറ്റംപ്റ്റ് ചെയ്തു. നമ്മൾ കുങ്കിയെ കൊണ്ടുവന്നു, ഡ്രൈവ് ചെയ്യാൻ നോക്കി, എല്ലാം നോക്കിയിട്ടും നടക്കാണ്ടായപ്പോഴാണ് നമ്മൾ അതിനെ ക്യാപ്ചർ ചെയ്യേണ്ടി വന്നത്. ഈ ക്യാപ്ചർ പിടിച്ചു, നമ്മൾ കൂട്ടിലിട്ടു. ഇപ്പോൾ അത് ക്യാമ്പിലുണ്ട്. ഒരു ചെയിൻ പോലും വേണ്ട, ഒരു ചെയിൻ പോലും ഇല്ലാണ്ട് വെറുതെ വളരെ ഡൊസൈലായിട്ടുള്ള ഒരു ആനിമലായിട്ട് മാറി. അപ്പോൾ അത് കുങ്കിയായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഉപയോഗിച്ചു. പിന്നെ ഈ കാട്ടിൽ നിന്ന് പിടിക്കുന്ന ആനേനെ ശരിക്കും നമ്മൾ മെരിക്കുക എന്നാണോ അതിന് പറയുക? അങ്ങനെ അതിൻ്റെ ടേം എങ്ങനെ ഉപയോഗിക്കുക? അതായത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുങ്കി എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഒരു ശരിയായ നോഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുങ്കിയാനയുടെ ജോലി എന്ന് പറഞ്ഞാൽ തടി പിടിക്കുകയല്ല, ആനയെ പിടിക്കുക എന്നുള്ളതാണ്. വൈൽഡ് എലിഫൻറ്റിനെ പിടിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷേഴ്സ് കുങ്കി സാധനം ഉണ്ടാക്കിയത്. ഇത് പണ്ട് നോർത്ത് ഈസ്റ്റിലായിരുന്ന ഒരു കൾച്ചറായിരുന്നു. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള എലഫൻറ്റ് ക്യാപ്ചർ മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ മേള ഷിക്കാർ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. നമ്മൾ ഓടിച്ചിട്ട് ന്യൂസിട്ട് പിടിക്കുന്ന അസ്സാമിലൊക്കെ ഉണ്ടായിരുന്ന പരിപാടിയാണ്. അത് വലിയ ആൾക്കാർ കൂട്ടും ആനയൊക്കെ ആയിട്ട് വന്ന് കയറ് വെച്ച് ന്യൂസിട്ട് പിടിക്കും. ഗദ്ദ ഓപ്പറേഷൻസ് കർണാടക ഏരിയയിലൊക്കെ ഉണ്ട്. ഗദ്ദ എന്ന് പറഞ്ഞാൽ വലിയ ബോംബ ഉണ്ടാക്കും. മരം മുറിച്ച് വലിയ ബോംബ ഉണ്ടാക്കിയിട്ട് ആനകളെ വെച്ചിട്ട് ഓടിച്ച് ഇതിനകത്ത് കയറ്റും. കേരളത്തിലുണ്ടായിരുന്ന മെയിൻലി പിറ്റ് മെത്തേഡാണ്. അതായത് കുഴി കുഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കവർ ചെയ്ത് വെച്ചിട്ട് ആക്സിഡൻ്റലി വീണ് പോകുമ്പോൾ. ഇവിടെ കാട്ടാനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഒരു ആന വേണം. ഓക്കെ, അത് എല്ലാ ആനയ്ക്കും പറ്റില്ല. അതിനാണ് നമ്മൾ ഡോമിനൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ബുൾസും നമ്മൾ കോമ്പറ്റ് ചെയ്തിട്ടാണ് കോമ്പറ്റീഷൻ്റെ മുകളിലാണ് അയാൾ ഒരു ഫീമെയിൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. ആ ഡോമിനൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ എലഫൻസിനെയും കുങ്കിയാക്കാൻ പറ്റില്ല. അത്രയും ഡോമിനൻ്റ് ആവണം. ആ ബ്യൂട്ടിഫുൾ ആയിരിക്കും ദോസ് ആനിമൽസ്. വളരെ കാമായിരിക്കും, ജെൻറ്റിലായിരിക്കും, അതേ സമയത്ത് സൂപ്പറായിട്ട് ഡോമിനൻറ്റ് ചെയ്യാനും പറ്റും. ഈ ഡോമിനൻ്റ് ആനിമൽസിനാണ് നമ്മൾ കുങ്കിയാക്കി എടുക്കുന്നത്. ഇതിനായിരുന്നു കുങ്കിയെ ഉപയോഗിച്ചുകൊണ്ട്. എലഫൻറ്റ് ക്യാപ്ചർ നിർത്തിയ ശേഷം നമ്മൾ കുങ്കികളെല്ലാം നമ്മൾ ഒഴിവാക്കി. ബിക്കോസ് ഇറ്റ്സ് എ ബേർഡ്. ഒരു കാര്യമില്ല, വെറുതെ ഗവൺമെൻറ് പണം പോവാണ്. അതുകൊണ്ട് അത് വിറ്റൊഴിവാക്കി, പ്രൈവറ്റ് പാർട്ടിക്ക് വിറ്റൊഴിവാക്കി. ഈ സമയത്താണ് നമ്മളെ കോൺഫ്ലിക്റ്റ് കൂടുന്നത്. വയനാട് ഏരിയ പോലുള്ള ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് കൂടുമ്പോൾ
നമ്മൾ ആലോചിക്കുകയാണ് എന്തുകൊണ്ട് ഈ ഡോമിനൻസ് നമുക്ക് ഇവിടെ ഉപയോഗിച്ചില്ല. ഒരു ഐഡിയ ആയിട്ട് വരികയാണ്. അതായത് അവരുപയോഗിക്കുന്ന ആനയെ പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഈ ഡോമിനൻസ് നമുക്ക് എലഫൻറ്റിനെ ചേസ് ചെയ്ത് മാറ്റാനും, അതായത് ഇത് ഡോമിനൻസ് ആണ് ഉപയോഗിച്ച്. ഇപ്പം മെയിൻലി പല കോൺഫ്ലിക്റ്റ് ആനിമൽസിനും ഒരു ടെറിട്ടറി പോലെ ഉണ്ടാവും, ഉപയോഗിക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും. അവിടെ നമുക്ക് വെച്ചിട്ട് ആദ്യം ഇതിൻ്റെ സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ മനസ്സിലാവും ഇയാൾ ഒരു ഡോമിനൻ്റ് ആനിമലാണ്. ചിലപ്പോൾ പിടിക്കാൻ വരും, പിടിക്കും, അതിനെ തുരത്തും. അങ്ങനെ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് ഇപ്പം വളരെ ഡിമാൻഡാണ് ഇപ്പോൾ കുങ്കിക്ക്. പല എസ്പെഷ്യലി ഈ നെല്ലിൻ്റെ സീസണൊക്കെ ആകുമ്പോഴേക്കും ആൾക്കാർ വിളിക്കും, ഞങ്ങൾക്ക് തന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം. അവിടെയാണ് നമ്മൾ ഈ കുങ്കി ക്യാമ്പ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. 2014 ഞങ്ങൾ ആ കാഴ്ചപ്പാട് കൊണ്ടുവരുന്നത്. എന്തുകൊണ്ട്? മിറ്റിഗേഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിച്ചു. മിറ്റിഗേഷൻ മാത്രമല്ല, നമുക്ക് ട്രാൻസ്ലൊക്കേഷൻ ഉണ്ടാവും. ഈ മിറ്റിഗേഷൻ്റെ പാർട്ടായിട്ടുള്ളത്, അതായത് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് നമ്മൾ എങ്ങനെ ഇതിന് ഭാഗമായിട്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യും. നമ്മൾ ആനയെ മയക്കോടി വെച്ച് ലോറി കയറ്റി നമ്മൾ കൊണ്ട് വിടും വേറെ സ്ഥലങ്ങളിലേക്ക്. അതുപോലെ തന്നെ ഒരു നിവൃത്തിയില്ലാത്ത ആനിമലിനെ ക്യാപ്ചർ ചെയ്യും, പിടിച്ച് നമ്മൾ കൂട്ടിലാക്കും. ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും. ചില ആനിമൽസിന് ഇഞ്ചുറി ഉണ്ടാവും. ആ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് കുങ്കിയെ കൊണ്ട് നമുക്ക് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനടിയിൽ കൂടെ പോയിട്ട് നമുക്ക് റിസ്ക് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. ടൈഗർ ഓപ്പറേഷൻസിന് ചില സ്ഥലങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ആ സ്ഥലത്ത് ആനയെ ഉപയോഗിക്കാം, കുങ്കിയുടെ മുകളിൽ ഉപയോഗിക്കാം. സാധാരണ ആന ടൈഗറിനെ കണ്ടു കഴിഞ്ഞാൽ മാറും. ഈ ട്രെയിനിങ് ഓപ്പറേഷനിൽ നമ്മൾ ടൈഗറിനെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എലഫൻറ്റിനെ കൊണ്ടുവരും. അസാമിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വ്യാപകമായിട്ട്. അപ്പോൾ ഈ കുങ്കിയാന എൻട്രി ചെയ്യുമ്പോൾ അവരത് തിരിച്ച് അറ്റാക്ക് ചെയ്യാനും അങ്ങനെ നോക്കില്ല. ആനയുടെ ബ്രീഡ് മനസ്സിലാക്കിയാൽ ഇത് മനസ്സിലാവും. അത് ഇപ്പം നമ്മൾ ഒരു ആനക്കുട്ടി ഉണ്ടായെന്ന് വെച്ചോളൂ. അതൊരു പല സ്റ്റേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ശൈശവമുണ്ട്, കൗമാരുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും കാഫ് പീരിയഡ്, ജുവനൈൽ, സബ് അഡൽട്ട്, അഡൽട്ട്. ഓക്കെ, സബ് അഡൽട്ട് സ്ഥിതി ആകുമ്പോഴേക്ക് അഡൽട്ട് കൊണ്ട് കയറുമ്പോൾ 13 2 രീതിയിലുണ്ട്. സെക്ഷൽ മെച്യൂരിറ്റി എന്നും പറയും, ഹോർമോണിലൊക്കെ വന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ഈ ആനിമൽ ഫസ്റ്റ് മസ്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഹേർഡ് ഇതിനെ പുഷ് ചെയ്ത് മാറ്റും, മുന്നോട്ട് മാറ്റും. ഇത് മാറ്റാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും അതിനകത്ത് മേറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ ഇൻബ്രീഡിങ് ഉണ്ടാവും. ജനിതകമായിട്ട് ഇതിൻ്റെ ക്വാളിറ്റി വളരെ കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് 10-13 വയസ്സാകുമ്പോഴേക്കും ഇതിനെ പുഷ് ചെയ്തിട്ട് മാറ്റും, കൂട്ടത്തിൽ നിന്ന് മാറ്റും. അത് ഒരുപാട് ആ കൂട്ടത്തിൽ നിന്ന് മാറ്റാൻ ആന ഒരു 10, 14, 15, 16 വയസ്സായി കംപ്ലീറ്റ് നല്ല മതമൊക്കെ വന്ന് മതം വരുമ്പോഴാണ് ഇതിന് മേറ്റിങ്ങിന് വേണ്ടി പോവുക. ആ സമയത്ത് ആ കൂട്ടത്തിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ബുള്ളുണ്ടാവും. അയാളുമായിട്ട് ഇടിക്കാൻ നോക്കും. ഒരു കാരണവശാലും അയാൾക്ക് ഒന്നും സക്സസ് ആവാൻ പറ്റില്ല. അയാൾ ഓടും. ഒരു ബുള്ള് സയറിയാൻ, അതായത് ഒരു കുഞ്ഞിനുണ്ടാക്കാൻ 50 വയസ്സെടുക്കും. ഒരു ആനയുടെ ജീവിതകാലം ആലോചിക്കുക, 60-65 വയസ്സ് മാക്സിമം. ആനയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ഗ്രോത്ത് പോലെ നമ്മളുടെ ഈ എപ്പിഫൈസിയൽ പ്ലേറ്റ്സ് ഒക്കെ ഫിക്സ്ഡ് ആവുന്നതോടെ നമ്മളെ ഉയരം അത്ര 10-18 വയസ്സാവുന്നതോടെ നമ്മൾ ഉയരം നിന്നു, പിന്നെ നമ്മൾ ഹൈറ്റ് വെക്കില്ല. എലഫൻ്റ് അങ്ങനെയല്ല. എലഫൻ്റ് ലൈഫ് ടൈം ഗ്രോത്താണ്. അതിനനുസരിച്ച് ബോഡി സൈസ് കൂടി വരും. പ്രൊപ്പോർഷനേറ്റ് ആയിട്ടല്ല കേട്ടോ, ആദ്യത്തെ സ്റ്റേജ് പോലെയല്ല. ഒരു 30-35 ഗ്രോത്ത് സ്ലോ ആയിരിക്കും, പക്ഷേ ദേ വിൽ പിക്ക് അപ്പ്. ആ ഇതും ഈ സോഷ്യൽ ഇതിൻ്റെ മുകളിൽ പിടിച്ചിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ആ ഇൻഫൈറ്റിൻ്റെ ആൾ ഡോമിനൻ്റ് ആവുന്നതും ആ ഡോമിനൻ്റ് ആ ആനിമലിൻ്റെ അടുത്ത് ബാക്കി നിൽക്കില്ല. ഈവൻ മസ്തിൻ്റെ സ്മെല്ല് കേട്ടാൽ ബാക്കി ആനിമൽ ഓടിപ്പോകും. ഞങ്ങളുടെ ക്യാമ്പിലൊക്കെ ഡോമിനൻ്റ് ചില ബുൾസും പ്രമുഖ എന്ന് പറഞ്ഞ മക്കനയുണ്ട്. ഹ്യൂജ് ആനിമലാണ്, 5-5.5 ടൺ വെയിറ്റ് ഉണ്ട്. അത് മസ്തായി കഴിഞ്ഞാൽ വേറെ മെയിൽസ്, മസ്തുള്ള മെയിൽസ് സ്വിച്ച് ഇട്ടാൽ പോലെ നിൽക്കും. കാരണം ബിക്കോസ് ഇതിൻ്റെ ഫെറമോൺസ് ഇതിൽ കൺട്രോൾ ചെയ്യുന്നു. ആ ഡോമിനൻസ് അതിൻ്റെ എഫക്റ്റാണ്. ഈ ഡോമിനൻസ് ആണ് നമ്മൾ കുങ്കിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. ഈ കുങ്കികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് മെയ്റ്റ് ചെയ്യേണ്ടി വരും, അവർക്കുള്ള ആഹാര രീതി, അവർക്ക് ട്രെയിനിങ്, അങ്ങനെ കുറെ പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. ഏതാണ്ട് ഒരു ആനയെ അങ്ങനെ ക്യാമ്പിലെത്തുന്ന ഒരു ആന ഒരു കുങ്കിയായിട്ട് മാറാൻ ഏകദേശം എത്ര സമയം എടുക്കും? 2 രീതിയിൽ നമ്മൾ കുങ്കി എലഫൻസിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന്, നമുക്ക് ഈ ഓർഫൻ കുഞ്ഞുങ്ങളെ കിട്ടും. ആ കുഞ്ഞുങ്ങൾ ഒരു സ്റ്റേജ് വളർന്നു കഴിഞ്ഞാൽ നമ്മൾ കുങ്കി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ്. ഓക്കെ, അപ്പം ഒന്നാമത് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും, എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞും ഇവൻ ഈ ആൾക്കാരുമായിട്ട് ഭയങ്കര പെറ്റ് ചെയ്ത് വന്ന് നമ്മൾ പാമ്പർ ചെയ്യും. പെട്ടെന്ന് ഇണങ്ങുന്നത് മീൻസ് ഇറ്റ്സ് എ ബേബി, ജസ്റ്റ് ലൈക്ക് എ പ്ലേഫുൾ ബേബി. സോ എല്ലാവരുമായിട്ട് നമുക്കങ്ങ് ഭയങ്കര സ്നേഹം തോന്നും. നമ്മളതങ്ങ് പാമ്പർ ചെയ്യാൻ തുടങ്ങും.
പാമ്പർ ചെയ്ത് ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ ഇയാൾ ഫസ്റ്റ് മസ്തൊക്കെ എത്തുമ്പം ഹി തിങ്സ് ഈ സംതിങ്. കുറച്ച് വലിയ ആളെ. ഞാൻ വലിയ ആളായി. ആൻഡ് ദീസ് ഗൈസ് ആർ വളരെ എന്താ പറയുക അത്ര വലിയ ആൾക്കാരൊന്നും അല്ല. ഈ ആനിമൽസിനെ നമ്മൾ കുങ്കി ട്രെയിനിങ്ങിൽ കൊണ്ടുവരാൻ എളുപ്പമല്ല. ഓക്കെ, അതേസമയം കാട്ട് പിടിക്കുന്ന ഒരു ആനിമലിനെ ഞങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കുങ്കിയാക്കാൻ നല്ല എലഫൻ്റാണ്. റെക്കോർഡുണ്ട്. നമ്മൾ വടക്കനാട് കൊമ്പൻ എന്ന് പറഞ്ഞ വിക്രം വടക്കനാട് തന്നെ പിടിച്ചു. അങ്ങനെ 90 days കൊണ്ട് ഞങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങി, പ്രൈമറി ട്രെയിനിങ്. ഓക്കെ, അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും പറയാം. ചട്ടം പഠിപ്പിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ചട്ടം പഠിപ്പിക്കുക എന്നുള്ള ആലോചിക്കാം. ആനിമലിനെ നമ്മൾ മനുഷ്യനായിട്ട് അടുപ്പിക്കുക, ടൈമാക്കുക. ഈ ടൈം സിറ്റുവേഷന് ബേസിക് കമാൻഡ്സിലേക്കും സാധനത്തിലേക്കും കൊണ്ടുപോകുക. അതിനുശേഷം അഡ്വാൻസ് ആയിട്ട് കുങ്കി ട്രെയിനിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവരാം, കുങ്കിയാക്കി മാറ്റാം. ഇതൊരു വലിയ ലോങ് പ്രോസസ്സാണ്. ഒരു 1 month കൊണ്ടും 2 months കൊണ്ടും അല്ല, ടേക്ക് ഇയേഴ്സ്, വർഷങ്ങളെടുക്കും. 10 വർഷം എടുക്കും ഒരു കുങ്കിയെ നമ്മളൊരു കുങ്കിയാക്കി എടുക്കാം. അഡൽട്ട് എലഫൻസിന് ഇറ്റ്സ് എ വെരി പെയിൻഫുൾ പ്രോസസ്സ്. 2014 തുടങ്ങിയിട്ടാണ് ഞങ്ങൾ വി ആർ റീപ്പിംഗ് ദ ഫ്രൂട്ട്സ് ആക്ച്വലി. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രേക്കിംഗ് ദ ഹോൾസ് എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. വളരെ ഇതായിട്ട് നമുക്ക് ആനിമലിനെ നമുക്ക് ഭേദ്യം ചെയ്യാം, തകർത്ത് കളയാം. ഭേദ്യം ചെയ്ത് അടിച്ച് കുത്തും ആൾക്കാർ, തീ കാണിക്കും. അങ്ങനെ ആനിമൽ ആകെ പാനിക്കാവും. പാനിക്കിൻ്റെ ഇതിന് മുകളിൽ ആനിമൽ ബ്രേക്ക് ചെയ്യും. അതിൻ്റെതായിട്ടുള്ള എല്ലാ ധൈര്യവും ഇതും പോയി അത് സക്കും ചെയ്യും ഞങ്ങളുടെ ഫ്രണ്ടിൽ. ഈഗോ നശിപ്പിച്ചിട്ട് അതിൻ്റെ കംപ്ലീറ്റ് മൊറയിൽ നശിപ്പിച്ച് അതിന് മാനസികമായിട്ട് ഇതായിരുന്നു പല സ്ഥലം ആദ്യം ചെയ്തുകൊണ്ടിരുന്ന സിസ്റ്റം. ഇപ്പോൾ കർണാടകയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ക്യാപ്ചർ ചെയ്യുന്ന ആനിമലിൽ വലിയൊരു ശതമാനം മരിച്ചു പോകുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഒരുപാട് കുറച്ച് മാറിയിട്ടുണ്ട്, പുതിയ ആൾക്കാർ വരുന്നതിനനുസരിച്ച് വെച്ച് വരുന്നതിനനുസരിച്ച് മാറിയിട്ടുണ്ട്. നമ്മൾ അതേ സമയത്ത് ചെയ്യുന്ന പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞ മെത്തേഡാണ്. ഈ ആനിമലിനെ നമ്മൾ മെൻ്റലി ഡിപ്പെൻഡൻ്റ് ആക്കുക ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ആനയെ പിടിച്ചു, കൂട്ടിക്കൊണ്ടുവന്നു. കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രാൾ എന്ന് പറയും, KRAAL, ക്രാൾ എന്ന് പറയും. ക്രാൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്തിരുന്ന യൂക്കാലിപ്സ് വെച്ചിട്ടാണ്. അത് തന്നെ. അപ്പം ആദ്യം നമുക്ക് ക്രാളൊക്കെ ഉണ്ടാക്കണേ ഭയങ്കര, നമുക്ക് മോഡൽസ് ഒന്നുമില്ല നമ്മൾ കയ്യിൽ. പഴയ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. ആദ്യം കമ്പകം എന്ന് പറഞ്ഞ മരം വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയത്, പെർമനൻറ്റ് ക്രാൾസ്. കമ്പകത്തിൽ പഴയ ക്യാമ്പിലൊക്കെ കാണാം, കോടനാട് ക്യാമ്പിലൊക്കെ ഇതുണ്ട്, ഈ കമ്പകം കൊണ്ടുള്ള ഇതുണ്ട്. കമ്പകം ഈസ് വെരി എക്സ്പെൻസീവ് ആക്ച്വലി, കിട്ടാനുമില്ല സംഭവം. ഈ കമ്പകം വെച്ചിട്ട്, കമ്പകം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ക്വാളിറ്റി, അത് ഇഞ്ചുറി പറ്റില്ല ആനിമലിന്. അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മൾ ആലോചിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് യൂക്കാലിപ്റ്റസ് ഉപയോഗിച്ചിട്ടാണ്. യൂക്കാലിപ്റ്റസിൻ്റെ 2-3 ഗുണമുണ്ട്. ഒന്ന്, ഇതൊരു ഇൻവേസീവ് സാധനം. ഇത് പോയി കിട്ടിയാൽ, ഒരെണ്ണം പോയി കിട്ടിയാൽ അത്രയും നല്ല സന്തോഷം, കാട്ടിൽ നിന്ന് പോയി കിട്ടിയാൽ. പിന്നെ അത് കറക്റ്റ് ഷേപ്പിലാണ് വരിക. ഓക്കെ, റൂൾ ഷേപ്പിലാണ് വരിക. മൂന്നാമതെന്ന് പറഞ്ഞാൽ ഇത് ഇടിച്ചു കഴിഞ്ഞ് പൊട്ടില്ല, ചതയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ക്രാളിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബേസിക് പില്ലേഴ്സ് ഉണ്ടാക്കിയിട്ട്, വലിയ 4 പില്ലേഴ്സ്, അതിൻ്റെ നടുക്ക് ഈ 2 പില്ലേഴ്സ് വെച്ചിട്ട് നമ്മൾ കഴ വെക്കുക ചെറിയ. അപ്പോൾ ഇത് വലിയ പില്ലേഴ്സ് ശരിക്കും നല്ല സ്ട്രോങ് ആയിരിക്കും. 6 അടി ഉള്ളോട്ടും 13 അടി 12 അടി മേലോട്ടും ആണ് ഉണ്ടാവുക. അത്രയും സൈസിലാണ് വെക്കുക. ആനിമലിന് കിടക്കാം, ആനിമലിനെ റെസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ആനിമലിനെ മാനേജ് ചെയ്യാം. പക്ഷേ ആനിമലിന് ഓങ്ങി വന്ന് ഇടിക്കാൻ പറ്റില്ല. ഇതിനാണ് 12 അടി. നിങ്ങൾക്ക് കുറച്ചുകൂടി വലുതാക്കി ഇഞ്ചുറി കൂടുകയുള്ളൂ, ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ്. പിന്നെ രണ്ടാമതിൻ്റെ മെക്കാനിസം പറയുന്നത്, നമ്മൾ വേറെ കെട്ടലൊന്നുമില്ല, ഇതിൻ്റെ വെയിറ്റിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ആനയും നമുക്ക് കുങ്കിയാക്കാൻ സാധിക്കില്ല. എലഫൻസിനും ബിഹേവിയർ ഉണ്ട്, ഓരോ എലഫൻറ്റിനും പ്രത്യേക ബിഹേവിയർ ഉണ്ട്. ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ ബീയിങ്. അതിൻ്റേതായിട്ടുള്ള പ്രിഫറൻസസ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ദേഷ്യങ്ങളുണ്ട്. ചില സ്മെല്ല് കേട്ടാൽ അത് ചെയ്യുന്ന ആനിമൽസ് ഉണ്ട്. ഓക്കെ, ചില ശബ്ദം പറ്റാത്ത ആനിമൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ ക്യാമ്പിൽ ആന ഉണ്ടായിരുന്നു. ഈ വെസ്റ്റേൺ മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് വയലൻ്റാവും. അങ്ങനെയുള്ള എലഫൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും ഇയാളുടെ പുല്ലാങ്കുഴൽ കേൾപ്പിച്ച് നോക്കി. ഇറ്റ് വാസ് വെരി കാം. പുള്ളി കേൾക്കുന്നുണ്ട്. സൗണ്ട് മേ ബി ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്ന വ്യത്യാസം പോലെ തന്നെ ഇത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചുമ്മാ ചെയ്ത് നോക്കിയാട്ടോ, ഒരു രസത്തിനൊന്നും ചെയ്ത് നോക്കിയാൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ്, നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇയാളെ നമ്മൾ കൂട്ടിക്കയറ്റും. ഓക്കെ, ലോറി കൊണ്ടുവന്ന് അയാളെ സെഡേഷൻ കംപ്ലീറ്റ് മാറ്റി, സപ്പോർട്ടീവ് മെഡിസിൻസ് എല്ലാം കൊടുത്ത്, ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, മുറിവുണ്ടെങ്കിൽ അതെല്ലാം ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ കൂട്ടിക്കയറ്റി ഞങ്ങളെല്ലാം മാറും. ഓക്കെ, പിന്നെ ഇതിനൊരു അസൈൻ ചെയ്തൊരു പാപ്പാനുണ്ടാവും. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മഹൂട്രി നമ്മളുടെ ഇവിടുത്തെ കേരളത്തിലെ മഹൂട്രി അല്ല.
ഈ വൈൽഡ് ലൈഫിൽ ഉപയോഗിക്കുന്നത്. അത് ശരി. അത് എൻറ്റർലി ഡിഫറെൻ്റ് ആണ്. അതാണ് ഇതിലെ വ്യത്യാസം. അതായത് നാട്ടാനെ പരിപാലന പോലെ അതും തമ്മിൽ യാതൊരു കമ്പാരിസണും ഇല്ല. നമുക്ക് പാപ്പാൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അല്ല മൈൻഡിൽ വരും. ഒരു കമ്പാരിസണും ഇല്ല. ഞങ്ങൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് അല്ലാത്ത സ്റ്റാഫിനെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം മെയിൻലി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ട്രൈബൽ ആൾക്കാരെയാണ് ഞങ്ങൾ. മുത്തങ്ങ ഇവർ നമുക്ക് ആനപ്പന്തി കോളനി എന്ന് പറഞ്ഞൊരു കോളനി തന്നെ ഉണ്ട്. ആനപ്പന്തി കോളനി എന്ന് പറഞ്ഞാൽ ഇവരെന്ന് പറഞ്ഞാൽ പഴയ ആ ഗദ്ദ ഓപ്പറേഷൻസിനും അതിനും വന്ന് ഇവർ ട്രെയിൻ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാർ ആക്ച്വലി ആസാമിൽ നിന്നും ബീഹാറിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാർ വന്ന് ട്രെയിൻ ചെയ്ത ടീമാണ്. ഇവരാണ് പിന്നെ പഠിച്ച് ഇവരൊരു സംസ്കാരമായിട്ട് മാറുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഞങ്ങളെ ക്യാമ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ 2.5 വയസ്സുകാരൻ വലിയ ആനയും കൊണ്ട് നടക്കുന്നതാണ്. ഒരു വടിയും അയാൾക്ക് നടക്കാൻ പോലും പറ്റില്ല. ഞങ്ങൾ വടി മാത്രമേ ഉപയോഗിക്കുള്ളൂ, ഹുക്ക് ഉപയോഗിക്കത്തില്ല ക്യാമ്പിൽ. ഇവിടെ എക്സ്ട്രീംലി പാപ്പാൻ്റെ കോൺഫിഡൻസിൽ മാത്രം നിൽക്കുന്നൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്. അപ്പം നമ്മൾ ഡിവൈസ് ചെയ്തെടുത്താണ്. അതായത് നമുക്ക് ഉണ്ടായിരുന്നില്ല, ഒരു മോഡലും ഉണ്ടായിരുന്നില്ല. ആനയുടെ കഴിവ് അറിയാലോ, ഇൻഫ്രാസോണിക് ശബ്ദം കേൾക്കാം, വൈബ്രേഷൻസ് കേൾക്കാം, സ്മെൽ അക്യൂട്ടാണ്. സ്മെല്ലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ ഇൻഡിവിജ്വലും തിരിച്ചറിയാൻ പറ്റും. ഇവിടെ ഒരു വൊമേറോനെസൽ ഓർഗൻ എന്ന് പറഞ്ഞൊരു ഓർഗൻ ഉണ്ട് ഈ ഈ പല്ലിൻ്റെ പുറകിലായിട്ട് അണ്ണാക്കിലേക്കുള്ള ഇത്ര ലെങ്ത് ഉണ്ടാവും. ഓക്കെ, അത് പിന്നെയുള്ള പാമ്പിനാണ്. ഓക്കെ, ജേക്കബ്സൺ ഓർഗൻ എന്ന് പറഞ്ഞിട്ട് നാക്കിൻ്റെ മുകളിൽ സ്മെല്ല്. ആനന്ദ് തുമ്പിക്കൈ വെച്ചിട്ട് ടച്ച് ചെയ്തിട്ട് ഇവിടെ ടച്ച് ചെയ്യാം. ഒരു പുതിയ മെയിൽ വരികയാണ്, ആദ്യം അതിനെ ടച്ച് ചെയ്തിട്ട് ആദ്യം ജെനിറ്റലിയാണ് ടച്ച് ചെയ്യുക, എന്നിട്ട് ഇവിടെയാണ് ടച്ച് ചെയ്യുക. എന്നിട്ടാണ് തിരിച്ചറിയുന്നത് എൻ്റെ ബ്രദറാണോ എൻ്റെ റിലേറ്റീവ് ആണോ, ആളെങ്ങനെയുണ്ട്, ഞാൻ പോണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന പോലും. ബന്ധുക്കൾ തമ്മിൽ മീറ്റ് ചെയ്യില്ല. ദേ അവോയ്ഡ് മീറ്റിംഗ്. അപ്പോൾ ഒരു ആനയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ടാവും, അയാളെ പേര് വിളിക്കും, അയാളിങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ക്യാമ്പിൽ എലഫൻസ് എന്ന് പറഞ്ഞാൽ ഇയാളെ പാപ്പാൻ സംസാരിക്കുക എന്ന് പറഞ്ഞു മൂളും. അത് ഇതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. ലാസ്റ്റ് വന്ന് ശരിക്കും മൂളും. ആന ഇതെങ്ങനെ ചെയ്യല്ലേ, എന്തുണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂളും. അത് റെസ്പോൺസ് ചെയ്യുന്നതിൻ്റെ ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ശബ്ദം ആയിട്ട് ഇയാൾ ബോണ്ടഡായി. പിന്നെ നമ്മൾ ടച്ചാണ്. ഓക്കെ, ടച്ചിങ് ഒരു വലിയ സംഭവമാണ്. അവിടെ വരുന്നതാണ് നമ്മൾ പാപ്പാനോട് പറയും ചപ്പിട്ട് ഇതിലൂടെ തട്ടാൻ പറയും. അതായത് പൊടി തട്ടിക്കളയും. അത് നല്ല സുഖമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യാൻ വേണ്ടി പറയും. വലിയ ചകിരി അറ്റത്ത് വെച്ച് ബ്രഷ് വെച്ച് ഉരച്ചൊരച്ചൊരച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരച്ചൊരച്ചൊരച്ച് കുറച്ച് കഴിഞ്ഞാൽ നീങ്ങി നിന്ന് തരും. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇയാൾ ഉരയ്ക്കാൻ തുടങ്ങും. സ്ക്രബിങ്, ടച്ച്. ഓക്കെ, ഈസ് എൻജോയ് ദ ടച്ച്. ഓക്കെ, ഇതിനൊരു ടേസ്റ്റിനാണ് ആദ്യം നമ്മൾ കൊടുക്കുന്ന വെറും ഫോഡറാണ് കൊടുക്കുക. ഞങ്ങൾ ക്യാമ്പിൽ പല ടൈപ്പ് ഫുഡ് ഉണ്ട്. അരി ഉണ്ടാവും, ചോറുണ്ടാവും, ഗോതമ്പുണ്ടാവും, റാഗി ഉണ്ടാവും, ചെറുപയറുണ്ടാവും, മുതിരയുണ്ടാവും. അങ്ങനെ ഇതെല്ലാം പുഴുങ്ങിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക. അതിന് വെറും ചോറ് മാത്രം. റാഗി വലിയൊരു ഇതാണ്. അത് നമ്മൾ കുറച്ച് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു ശർക്കരയും വെച്ചിട്ടാണ് കൊടുക്കുക. സോ ഇറ്റ്സ് വെരി ടേസ്റ്റി. അപ്പം ടേസ്റ്റായിട്ടൊരു ഫുഡ് കിട്ടുകയാണ്. അപ്പോൾ പുള്ളിക്ക് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ പുള്ളി ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു കരിമ്പിൻ്റെ കഷ്ണം റിവാർഡായിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധം നമ്മൾ കൂട്ടി കൊണ്ടുവന്ന് ഇവർ തമ്മിൽ പിരിയാൻ പറ്റാത്ത ഇതാവും. അത് ഇയാൾ മാറുമ്പോഴേക്കും ആനിമൽ അപ്സെറ്റ് ആവും. ആനിമലിന് മനസ്സിലാവാണ് ഹീസ് മൈ പ്രൊട്ടക്ടർ. നാട്ടാനയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ആവശ്യത്തിലേക്ക് ആനയെ കൊണ്ടുവരുമ്പം നമ്മൾ പാപ്പാനെ ആനയുടെ സിറ്റുവേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരിക ചെയ്യും. ഇതാണ് എൻ്റെ മേജർ വ്യത്യാസം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വലിയ ഞാൻ പറഞ്ഞ 12 ഇടയിൽ കൂടെ നമ്മൾ കഴയിട്ടിട്ട് ഇയാൾ ഈ കൂട്ടിലിറങ്ങും, ഇപ്പുറത്തിറങ്ങും. ഓക്കെ, ആനിമൽ അറ്റാക്ക് ചെയ്താലും പറ്റില്ല, പ്രൊട്ടക്റ്റഡ് ആണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ ഭയങ്കര ബോണ്ടേജായി. ചിലപ്പോൾ അയാൾ റേഡിയോ പാട്ടൊക്കെ വെക്കും. ഓക്കെ, ഇത് കേട്ടോണ്ടിരിക്കും, ഓരയ്ക്കും, കുളിപ്പിക്കും, കഴുകും, ചെറിയ കമാൻഡ്സ് കൊടുക്കും. കാല് പൊക്കാൻ പറയും. കാല് പൊക്കുമ്പോൾ ഇഷ്ടമാണ്, അത് അവിടെ കംപ്ലീറ്റ് സ്ക്രബ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റേജ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളൊരു കയറ് കെട്ടിയിട്ട് ഇയാളോട് ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ വേണ്ടി പറയും. ഓക്കെ, ആനിമലിന് വേണേൽ പിടിക്കാം, തുമ്പി കൊണ്ട് പിടിക്കാം. പക്ഷെ വേറെ അപ്പോഴത്തേക്ക് നമ്മൾ 2ാം പാപ്പാൻ വന്നിട്ടുണ്ടാവും. അയാളും ഇത് പ്രോസസ്സിൽ വന്നു. അയാളും ഈ പ്രോസസ്സിലൊന്നും വേറെ ആരുമില്ല, ഇൻക്ലൂഡിങ് ഡോക്ടറായ ഞാൻ പോലും ഇല്ല. ഞാൻ വരിക എന്ന് പറഞ്ഞാൽ വല്ല ഇഞ്ചുറി ഉണ്ട്, മുറിവുണ്ട്, അത് നോക്കുക. അല്ലെ വല്ല ആഴ്ചയിൽ പോയിട്ട് ഞാൻ ഹെൽത്ത് ഒന്ന് മോണിറ്റർ ചെയ്യും. എങ്ങനെയുണ്ട്, ഡെങ്ക് നോക്കും, അത് പരിശോധിക്കും. ഡിവോം ചെയ്യണോ, അവരെ ഇളക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും. ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടോ നോക്കും. അല്ലാതെ വേറെ ബോഡി കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കുന്നല്ലാതെ ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന പ്രശ്നമില്ല, ഞാനല്ല ആരും. സോ ഈ സിസ്റ്റം വന്നു കഴിഞ്ഞ് ഇയാൾ ഇതിന് മുകളിൽ കൂടെ നടക്കും. അപ്പോൾ ആനിമലിന് ശരിക്കും ഒരു മസാജിങ് സുഖമാണ് കിട്ടുക. അത് കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജിൽ ഇയാൾ ഇറങ്ങും കൂട്ടിലേക്ക്. അതാണ് ഏറ്റവും ആ സമയത്ത് ഞങ്ങളെല്ലാവരും ഉണ്ടാവും. അതുതന്നെ ഇറ്റ്സ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഞങ്ങൾ കൂടിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ 2-3 അഴി മുറിച്ചിട്ട് ഞങ്ങൾ നേരെ കയറുകയാണ്. നമ്മൾ പിടിച്ചിട്ടുണ്ടാവും ഇയാളെ.
തോർത്ത് കെട്ടിയിട്ടുണ്ടാവും, പിടിച്ചിട്ടുണ്ടാവും. ചാർജ് ചെയ്യണം, നമ്മൾ വലിക്കുക. ആന അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ചവിട്ടാം, ആനിമലിന് കാല് വെച്ച് ചവിട്ടാം. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അയ്യോ, ഞാനൊക്കെ തെറിച്ച് വീണിട്ടുണ്ട്. 12 അടി വരെ അപ്പുറത്ത് പോയിട്ടുണ്ട് എയറിൽ. ഒരു ആനിമലിനെ ട്രീറ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു, മറ്റേ സ്നെയറായിരുന്നു, മൈൽഡ് സെഡേഷനിലാണ് ചെയ്ത്. മണിയൻ എന്ന് പറഞ്ഞൊരു ആനയാണ്. കട്ട് ചെയ്യുന്നതിനിടയിൽ ഇയാൾ പുറകാല് വെച്ചിട്ട് ഫോർലിബ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, ഫോർലിബ് വെച്ച് തട്ടാൻ പറ്റില്ല. ഓൺലി ബിക്കോസ് വെയിറ്റ് നിൽക്കുന്ന അവിടെയാണ്. ഹൈൻലിബ് അജയിലാണ്. അപ്പോൾ ഹൈൻലിബ് ഹാൻഡ്ലിബിനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എക്സ്പെരിമെൻറ്റ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ഇതാണ്. മുന്നിൽ കാലെടുത്ത് നിൽക്കുന്നതിൽ വലിയ പ്രശ്നമില്ല, പുറകിൽ അമർത്തി നിൽക്കുന്ന പ്രശ്നമില്ല. പുറകിലെ കാൽ നിൽക്കുന്നതാണ് ഇട്ടത്തിട്ട് ചവിട്ടും. ഞാൻ ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഒറ്റ ചാടി, ഞാൻ ഭാഗ്യത്തിന് ചാടി എൻ്റെ തൈല വന്ന് 12 അടി അപ്പുറത്ത് ഞാൻ തെറിച്ചു വീണു. ഓക്കെ, സോ ഇതൊക്കെ അറിയണം നമ്മൾ. ആ ബിഹേവിയർ ഇതൊരു അനാറ്റമിയുടെ പ്രത്യേകതയാണ്. എലിഫൻ്റെ ഇതിൻ്റെ വെയിറ്റ് എങ്ങനെയാണ് ഒന്ന്. അപ്പോൾ ഇതെല്ലാം വെച്ച് ഇയാൾ ഇറങ്ങി പിന്നെ അയാൾ അതിനകത്താണ്. ഓക്കെ, അവർ തമ്മിലുള്ള ബോണ്ടേജ് കൂടുന്നു. ഇയാൾ പാട്ട് പാടുന്നു, ആന കേൾക്കുന്നു, ആന സംസാരിക്കുന്നു, ആന മൂളുന്നു, ഫീഡ് ചെയ്യുന്നു. പിന്നെ ഈ ഇടയ്ക്കുള്ള കഴ മാറ്റുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഇവർ നിന്ന് എല്ലാം കംപ്ലീറ്റായി ഇവർ തമ്മിൽ ഫുൾ ബോണ്ടഡായി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയിൻ കെട്ടി കൂട് തുറന്ന് ആനയെ പുറത്തിറക്കി കഴിഞ്ഞാൽ ഇയാൾ അതേപോലെ തന്നെ കൂടെ നിൽക്കുന്നു, ചേഞ്ച് ചെയ്യും. 4 കാലും ചേഞ്ച് ചെയ്യും. നമുക്ക് കാരണം എന്ന് പറഞ്ഞാൽ എപ്പോൾ ഓടിക്കഴിഞ്ഞാലും പിന്നെ ഡേഞ്ചറാണ്. കാരണം ആൾക്കാർ നാട്ടിനടുത്തായി ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ ആരായാലും ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ആ പ്രിക്കോഷൻ നമ്മൾ എപ്പോഴും എടുത്തിരിക്കും. ഈ സമയത്ത് നമ്മൾ ഡാട്ടും ഒക്കെ ആയിട്ട് ഫുൾ ടീം അവിടെ ഉണ്ടാവും, മാറിയിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു അത്യാവശ്യം വേണേൽ മയക്കോടി വെക്കാൻ നമ്മളെ ടീം ഉണ്ടാവും. അത് കഴിഞ്ഞപ്പം അതോടെ ഒരു ബോണ്ടിങ് കഴിഞ്ഞു. പിന്നെയാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ്. അപ്പോഴത്തേക്ക് ചെറിയ ചെറിയ കമാൻഡ്സ് ഒക്കെ എടുത്ത് തുമ്പി എടുക്കാൻ വേണ്ടി പറയും, കാല് പൊക്കാൻ വേണ്ടി പറയും, കിടക്കാൻ വേണ്ടി പറയും. അതൊക്കെ ഈ ക്രോളിൻ്റെ ഇതിന് മുകളിൽ. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്, ഓരോ കമാൻഡ്സും, കാല് പൊക്കുക, ഓരോ കാല് പൊക്കുക, ഇങ്ങനെ നടക്കുക, സ്ലോ ആയിട്ട് നടക്കുക. പിന്നെ കുങ്കിയുടെ ചെറിയ ചെറിയ അതായത് ചെയിൻ ചവിട്ടി പിടിക്കുക. ഓക്കെ, ആ ചെയിൻ്റെ മുകളിൽ കൂടെ നടത്തുക, ആനിമൽ പോരുത്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനെ കൂട്ടമായിട്ട് നമ്മളെ ഹേർഡുമായിട്ട് ബോണ്ട് ചെയ്യും. അതായത് നമ്മൾ ആന ക്യാമ്പിൽ 12ഓളം ആനകളുണ്ട്. ഇതിനകത്തേക്ക് ഇവനെ കൊണ്ടുവരും. ഇത് നമ്മളൊരു യൂണിറ്റായിട്ട് നമ്മൾ ഒരു കൂട്ടമായിട്ട് നമ്മൾ വളർത്തുന്നത്. ബുൾസുണ്ടാവും, അതിലുള്ള ഒരു ഫീമെയിൽ ആകെ ഒരെണ്ണേ ഉള്ളൂ. പക്ഷേ ആ കൂട്ടമായിട്ട് ഇവരൊറ്റ യൂണിറ്റായിട്ട് നമ്മൾ കൊണ്ടുവരിച്ചു. ഓക്കെ, അവർ തമ്മിൽ ആ ബോണ്ടേജ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഓപ്പറേഷന് വേണം. ഇവർ തമ്മിൽ അടി കൂടുന്ന ടീമുകളാണെങ്കിൽ നമുക്കൊന്നും നടക്കില്ല. അവരെ ടീമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യും. രാവിലെ വരുന്നു, എല്ലാത്തിനും പുഴയെ കൊണ്ടുപോകുന്നു. നമ്മളൊരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പുലർച്ചെ 6 മണിക്കാണ്. പാപ്പന്മാർ വന്ന് എല്ലാം അടിച്ച് വൃത്തിയാക്കി ആനപ്പിണ്ടെല്ലാം മാറ്റി വേസ്റ്റൊക്കെ മാറ്റി നേരെ ക്യാമ്പ് മറ്റേ പുഴയെ കൊണ്ടുപോകുന്നു. എല്ലാത്തിനും നിരത്തിയിട്ട് കുളിപ്പിക്കുന്നു, സ്ക്രബ് ചെയ്ത് കുളിപ്പിക്കുന്നു. ഈ സ്ക്രബിങ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ നമ്മൾ ആണ് അത് ബോണ്ടേജ് കൂട്ടാൻ വേണ്ടി. ആ സമയത്ത് ഒരു കമാൻഡ് പറയും, തിരിഞ്ഞു കിടക്ക്, മറഞ്ഞു കിടക്ക്, ഇതെല്ലാം ചെയ്യും. ഇയാൾ എൻജോയ് ചെയ്യുകയും ചെയ്യും. ഈ സ്ക്രബിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ടൂൾ ഇവർ നമ്മളുടെ ബോണ്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫീഡിങ് സെൻറ്ററിൽ കൊണ്ടുവരുന്നു, ഫീഡ് ചെയ്യുന്നു, ഭക്ഷണം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവന്മാരെ നേരെ കാട്ടിൽ വിടുക ചെയ്യും. കാട്ടിലേക്ക് വിടാം. പാപ്പന്മാരുണ്ടാവും, അവർ പോയി ഓരോ ഏരിയയിലും നോക്കിയിട്ട് ഇവർ പിന്നെ കാട്ടിലവൻ. ഇവിടെ വൈൽഡ് എലിഫൻസുമായിട്ട് ഇവർ ഇൻട്രാക്ട് ചെയ്യും. ചില എലിഫൻസ് വരും, നല്ല സുന്ദരന്മാരാണ്. ചില പെൺകുട്ടികൾ വരും, ഫീമെയിൽ എലിഫൻസ് വരും, ഹീറ്റിലുള്ള മെയ്റ്റ് ചെയ്യും. അതേസമയത്ത് ബുൾസ് വന്ന് ഫൈറ്റ് ഉണ്ടാവും. മസ്തുള്ള വേറെ ബുള്ളുണ്ടാവും, അവൻ പറന്നു വരും. ഇവർ ഈ ഫൈറ്റ് ഞങ്ങൾക്ക് അഡ്വാൻറ്റേജ്, കാരണം ഈ ഫൈറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പാരലായിട്ട് നമ്മൾ തന്നെ വൈൽഡിലെ സെയിം സാധനം നമ്മളിത് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. അതായത് കാടിൻ്റെ സെയിം സിസ്റ്റം, ആ ഹൈറാർക്കിയൽ സിസ്റ്റം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കുക ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് ക്യാമ്പിലാണെന്ന് പറയുമ്പോൾ പോലും അതിന്റെ സെമി വൈൽഡ് അല്ലോ പറഞ്ഞ ഒരു 70-80% വൈൽഡ് തന്നെയാണ്. ഓക്കെ, വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ക്യാമ്പിലേക്ക് കൊണ്ടുവരും. കാരണം നമ്മളെ മാനേജ്മെന്റ് ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാമ്പിലേക്ക് കൊണ്ടുവരും. നമ്മൾ ഈ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ക്യാമ്പിൽ എത്തിക്കുന്ന ആനകൾ ഇവരെ അന്വേഷിച്ച് വരുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതൊരു ഭയങ്കര രസകരമായ ഒരു സ്റ്റോറി ഉണ്ട്. കല്ലൂർ കൊമ്പൻ എന്നൊരു ആനയുണ്ടായിരുന്നു. കല്ലൂർ എന്ന് പറഞ്ഞാൽ വയനാടിനടുത്ത് മറ്റേ മുത്തയ്ക്ക് അടുത്തുള്ള ഒരു വലിയൊരു വയലാണ്. ഇത് വയനാട് തന്നെ ഏറ്റവും വലിയ വയലാണ്. 8 വർഷമായിട്ട് ഇവർക്ക് നെല്ലിറക്കാൻ പറ്റില്ല. ഒരു 4 ആന ഇറങ്ങും. 4 തന്നെ ഹ്യൂജ് ബുൾസാണ്. ഹ്യൂജ് ബുൾസ് പറഞ്ഞാൽ ഘടാഘടികന്മാരായിട്ടുള്ള ബുൾസ്. ഈ 4 ആനയും വന്നിട്ട് 4 സൈഡിൽ നിന്ന് വന്ന് നെല്ല് തിന്ന് പോകും. അവർക്ക് കൃഷി ഭയങ്കര പ്രശ്നമായി. ലാസ്റ്റ് ഒരുപാട് ക്രൈസ്, പബ്ലിക് ക്രൈസും എല്ലാം വന്ന് ലാസ്റ്റ് നമ്മൾ
കണ്ടിന്യൂസ് നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. അപ്പോൾ ഇതിനൊരു ലീഡർ ഉണ്ടാവും. ഓക്കെ, സോ വി ഫൈൻഡ് ഔട്ട് ഈ കല്ലൂർ കൊമ്പൻ എന്ന് പറഞ്ഞാൽ ഈ വാല് കട്ട് ചെയ്തിട്ടുള്ള വാലില്ല, ഒരു ആനിമൽ 2 കൊമ്പന്മാർ പിടിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പറഞ്ഞാൽ വാല് കടിച്ച് മുറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അതിനെ റേഡിയോ കോളർ ചെയ്തു. 4 വർഷത്തോളം ഞങ്ങൾ റേഡിയോ കോളറിന് മുകളിൽ ഞങ്ങൾ ഒബ്സർവ് ചെയ്തു. റേഡിയോ കോളർ അറിയാലോ, സാറ്റലൈറ്റ് ലിങ്ക് ചെയ്തിട്ട് നിങ്ങൾ ലാപ്ടോപ്പിൽ കിട്ടും, VHF നമുക്ക് അടുത്തും പോവാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ മൂവ്മെൻറ്റ് അറിയാം. അപ്പോൾ ഇയാളാണ് ലീഡർ എന്നുള്ളത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മൾ ഇയാളെ ക്യാപ്ചർ ചെയ്തു, പിടിക്കേണ്ടി വന്നു. ഒരു അറ്റാക്ക് ഉണ്ടായി, ഹ്യൂമൻ അറ്റാക്ക് ഉണ്ടായി, പിടിക്കേണ്ടി വന്നു. പിടിച്ച് ഞങ്ങൾ ക്രാളിൽ കയറ്റി, കൂട്ടിക്കയറ്റി. അപ്പോൾ ഇവൻ്റെ കൂടെ ഫെലോ 3 പേരുണ്ട്, 3 ആൾക്കാരുണ്ട്. ഇവർ 2 ഫ്രണ്ട്സ്. വൈകുന്നേരമായി കഴിഞ്ഞ് രാത്രിയായി, ഒരു 8 മണിയായി നോക്കുമ്പോൾ ഈ 3 കൊമ്പന്മാരും കൂടിയിട്ട് പാപ്പാൻ ഓടിക്കറിഞ്ഞു, സാറേ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, 3 കൊമ്പൻ്റെ കൂട്ടിട്ട് നിൽക്കും. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇയാളുടെ പുല്ലെടുത്തിട്ട് കൊടുക്കുകയാണ്, ആർക്ക് പറ്റാക്കി കഴിക്കും എന്ന് പറഞ്ഞിട്ട്. ഇത് കൂട്ടിൽ ഇയാൾ കിടക്കുന്നു, ഇതിന് ചുറ്റും. ഇത് ഒരു എക്സാജറേഷനല്ലോ, ഭയങ്കര രസകരമായ സംഭവം. നമ്മളെ സ്റ്റാഫിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇവരെ ഓടിക്കുക എന്നുള്ള. ഈ മേലോട്ട് ഫയർ ചെയ്ത് ഓടിക്കും. ഓടിച്ചു കഴിഞ്ഞ് കുറച്ച് വരുമ്പോഴേക്കും വീണ്ടും വരും. ഇതൊരു നോർമൽ സ്വഭാവം അല്ല. ബുൾ ടു ബുൾ കോൺഫ്ലിക്റ്റാണ് വരേണ്ടത്, ഇൻഫൈറ്റാണ് വരേണ്ടത്. അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ കോപ്പറേറ്റിംഗാണ് വരുന്നത്. ചില സമയത്ത് ഫീമെയിൽസ്, ഹീറ്റായിട്ടുള്ള ഫീമെയിൽസ്, അതായത് ഈസ്ട്രസ് ആയിട്ടുള്ള ഫീമെയിൽസ് അന്വേഷിച്ച് വരാറുണ്ട്, ക്യാമ്പിലേക്കും വരാറുണ്ട്. വൈൽഡിലെ ബിഹേവിയറൽ എവല്യൂഷണറി പ്രോസസ്സ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്തു വരച്ചു. ഈ പറഞ്ഞ ഈ കാലങ്ങൾ വരുന്നതിനനുസരിച്ച് ആനകളുടെ ബിഹേവിയറിൽ ചേഞ്ച് വരുന്നുണ്ടോ? നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എവല്യൂഷണറി പെർസ്പെക്റ്റീവിലാണ്. മിക്ക ഇഷ്യൂസും, ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ആയാലും ഡിസീസ് ആയാലും, ദർ ഇസ് എൻ എവല്യൂഷണറി കോമ്പണൻറ്റ് വിച്ച് ഇസ് എ ഡ്രൈവർ. ആണാനകളുടെ എവല്യൂഷണറി പ്രോസസ്സ് അല്ല പെണ്ണാനകളുടെ. പെണ്ണാനകൾ നമ്മൾ ഇൻക്ലൂസീവ് ഫിറ്റ്നസ് എന്ന് പറയും. അതായത് ഒരു കൂട്ടത്തിൻ്റെ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ജനിതകമായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ജിമ്മിലെ ഫിറ്റ്നസ് അല്ല, ജനിതകമായിട്ടുള്ള ഫിറ്റ്നസ്. അതിന് വളരാനും അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനും സന്താനങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള കഴിവിനെയാണ് നമ്മൾ ഫിറ്റ്നസ് പറയുന്നത്. ഫിറ്റ്നസ് ഈസ് ഡയറക്ട്ലി കോറിലേറ്റഡ് ടു ഹൗ മെനി ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ്. എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ്. ഏറ്റവും ഫിറ്റസ്റ്റ് ആനിമൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകും. ചില ആനിമൽസ് ചെയ്യുന്ന പറഞ്ഞാൽ ഫീമെയിൽസ് ചെയ്യുന്ന പറഞ്ഞാൽ ഫീമെയിൽ കൂട്ടങ്ങളായിട്ടാണ്. ഓക്കെ, ഇവിടെ അവർ മറ്റേ അടുത്ത ക്ലോസ് റിലേറ്റീവ്സിനെ ഓടിക്കാറില്ല. ഓക്കെ, അതിനകത്തൊരു മെട്രിയാർക്ക് ഉണ്ടാവും. മെട്രിയാർക്കാണ്, അവളാണ് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, അവൾക്കറിയാം എവിടെയാണ് വെള്ളം, എവിടെയാണ് ഭക്ഷണം, ഈ മൊത്തം ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം എല്ലാം ഒരു അപാര കഴിവുള്ള ഒരു സ്ത്രീ ആയിരിക്കും. അത് അവർക്ക് മാത്രമേ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും താഴെ വരുള്ളൂ. പലപ്പോഴും ഇവരുടെ മകളായിരിക്കാം, കസിൻസ് ആയിരിക്കാം, ഇവരൊക്കെ ആയിരിക്കും ഈ കൂട്ടത്തിലുണ്ടാവുക. ഇതിന് ഇൻക്ലൂസീവ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം കൂട്ടത്തിൻ്റെ ഫിറ്റ്നസ്. ബുൾസിൻ്റെ അങ്ങനെയല്ല. ബുൾസിന് ഞാൻ പറഞ്ഞില്ലേ, 13 വയസ്സ് കഴിഞ്ഞാൽ ഇയാൾ കൂട്ടത്തിൽ നിന്ന് മാറി ആദ്യത്തെ മസ്ത് വന്നു, ഇവർ അടിക്കും, തമ്മിലടിച്ച് കൊല്ലും. കഴിഞ്ഞ വർഷം 14 എണ്ണത്തിന് നമുക്ക് ഗോറിങ്ങിൽ നേരെ നെഞ്ചിലാക്കിയിട്ട് ബ്രൂട്ടാലിറ്റി വരുന്നു. ഇഷ്ടംപോലെ കേസ് കുത്തിക്കൊല്ലുക ചെയ്യുക. ഹാർട്ടിലേക്ക്, കറക്റ്റ് ഹാർട്ടിലേക്ക്, ഇല്ലെങ്കിൽ ബ്രെയിനിലേക്ക് കൃത്യമായിട്ട്. വേറെ എവിടെയും കുത്തുണ്ടാവില്ല. മറ്റത് ഇടയ്ക്ക് ഇൻഫൈറ്റ് ചിലത് ഓടുമ്പോൾ ഉണ്ടാകുന്ന പരിക്കല്ലാണ്ട് പിടിച്ച് നിൽക്കുന്നതാണ് കറക്റ്റ് ഹാർട്ടിലാണ് സ്റ്റാബ് ചെയ്തിട്ട്. ഒരുപാട് കേസായി കൂടി വരികയാണ്. ആക്ച്വലി മൃഗീയമായ കോമ്പറ്റീഷനാണ്. ഈ കോമ്പറ്റീഷനിൽ ഓരോരുത്തരും മുന്നോട്ട് വന്നവൻ്റെ സക്സസ് ആണ് ഏത് മെയ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അൾട്ടിമേറ്റ്ലി ഏത് ജീവജാലത്തിൻ്റെയും സക്സസ് എന്ന് പറഞ്ഞാൽ മെയ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത് രണ്ടാണ്. ഫീമെയിലിൻ്റെ എവല്യൂഷണറി പ്രോസസ് അല്ല, ഇറ്റ്സ് എ കോൾഡ് ബിഹേവിയറൽ എവല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ എന്താണ് ബാക്കിയുള്ള റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാ ഫീമെയിൽസും പ്രസവിക്കാറില്ല. കണ്ടിട്ടുണ്ടോ? ഒരു കൂട്ടത്തിൽ എല്ലാം ഓരോ മദറിനും കുഞ്ഞുങ്ങളുള്ള പോലെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ 1-2 കുഞ്ഞുങ്ങളെ ഉണ്ടാവുള്ളൂ ഒരു സീസൺ. അതുകൊണ്ട് ബെസ്റ്റ് ഫീമെയിൽസ് മാത്രമേ അത് ഇത് ചെയ്യുള്ളൂ. ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾ ഈ യൂട്രസിൻ്റെ മുകളിലെ സ്കാർ നോക്കും, എണ്ണം നോക്കും. അത് നോക്കി നമുക്ക് പറയാൻ പറ്റും എത്ര പ്രസവിച്ചിട്ടുണ്ട് എന്നുള്ള പറയാൻ. ചില ഫീമെയിൽസ് പ്രസവിക്കുന്നേ ഇല്ല ലൈഫ് ടൈം. ചിലത് ഫൈബ്രോയിഡ് ഉണ്ടാവും, നമ്മൾ ഹ്യൂമനിലുള്ള പോലെ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ഉണ്ടാവും, പ്രസവിക്കാറേ ഇല്ല. പക്ഷേ ഇവരുടെ റോൾ എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഈ ഇൻക്ലൂസീവ് ഫിറ്റ്നസിൻ്റെ വേറെ കണക്ഷൻ. ഇതൊക്കെ റിയൽ സയൻസാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് ഇൻക്ലൂസീവ് ഫിറ്റ്നസ് പറഞ്ഞാൽ ഹാമിൽട്ടനെ പോലുള്ള 1 സയൻറ്റിസ്റ്റുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കൺസെപ്റ്റാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളെപ്പോലെ ഒരു മാട്രിമോണി എഴുതി വെച്ചിട്ട് നമുക്ക് കല്യാണം ആലോചിച്ചിട്ട് ഇല്ലേ ചെക്കൻ പെണ്ണ്, അതൊന്നും നടക്കില്ലല്ലോ. എനിവേ ഒരു സിസ്റ്റം വേണമല്ലോ. ഇതിലാരാണ് തീരുമാനിക്കുന്നത്?
എനിക്ക് ഇയാളെ മതി, എനിക്ക് ഇയാളെ മതി. അത് ബുള്ള് ചുമ്മാ റാൻഡമായിട്ട് പോയി മെയ്റ്റ് ചെയ്യാണോ അതോ ഫീമെയിൽ പറയാണ് അല്ല ഇയാളെ മതി, ഈസ് ഹാൻസം, ഓക്കെ ഐ നീഡ് ദിസ് ഗൈ എന്ന് പറയുന്നതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സെക്ഷൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 രീതിയിൽ തിരിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ഈക്വൽ പാർട്ട്ണർഷിപ്പുള്ള, അതായത് മെയിലും ഫീമെയിലും ഒരുമിച്ച്, ഫീമെയിൽ മുട്ടയിടുന്നു, ഇവർ ഒരുമിച്ച് വളർത്തിയെടുക്കുന്നു, രണ്ടുപേരും വേഴാമ്പൽ ക്ലാസിക് എക്സാമ്പിളാണ്, വളർത്തിയെടുക്കുന്നു, ദെൻ പോകുന്നു, ഇവർ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു ജീവിതം, അടുത്ത ജനറേഷൻ ഉണ്ടാവുന്നു. ഈക്വൽ റെസ്പോൺസിബിലിറ്റി. ചില കേസുകളിലാണെങ്കിൽ ഫീമെയിൽസിന് വലിയ ഉത്തരവാദിത്തമില്ല, അവളെന്ത് ചെയ്യും, മുട്ടയിട്ടിട്ട് പോകും, പ്രസവിച്ചിട്ട് പോകും. മെയിൻലി ബേഡ്സിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അതേസമയത്ത് വേറെ സെലക്ഷൻ ഉണ്ട്, അതാണ് മേജറായിട്ട് വരുന്നത്, ഫീമെയിൽ സെലക്ഷൻ. ഓക്കെ, ഇതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ സെലക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഫീമെയിലാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആനയുടെയാണ് ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു 13 വർഷം ആന ഒരു കുഞ്ഞിന് വേണ്ടി ചിലവഴിക്കുകയാണ്. അതായത് 22 മാസം ഗർഭകാലം, അത് കഴിഞ്ഞ് പ്രസവിക്കുന്നു, പ്രസവിച്ച് മുലയൂട്ടുന്നു, 5 വയസ്സിൽ മുലയൂട്ടുന്നു, വീൺ ചെയ്യുന്നു, ഇതിനെ കൊണ്ടുവന്നു, അതിൻ്റെ പുറമെ ടൈഗർ വരുന്നുണ്ട്, ഒരുപാട് ഫ്ലഡ് വരുന്നുണ്ട്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇതിനെല്ലാം നോക്കി നടന്ന് ആ ഏജ് എത്തിക്കഴിഞ്ഞാൽ ഇതാവാണ്. അത്രയും ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. 3-4 തവണ ഒരു വർഷം ഒരു ജീവിതത്തിൽ ഒരു ഫീമെയിൽ പ്രസവം. അത് എല്ലാ ഫീമെയിലും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ചില ഫീമെയിൽസ്, ആ ഫീമെയിൽസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര എനർജി ചിലവാക്കണം എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല, ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്യണം ഇതിന്. അപ്പം ആ കുഞ്ഞ് ഏറ്റവും പെർഫെക്റ്റ് ആവണം എന്നുള്ളത് അവളുടെ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെയിലിനെ തിരഞ്ഞെടുക്കണം. അതിന് ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അത് എങ്ങനെ ചുമ്മാ റാൻഡമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇത് നമ്മളിപ്പോൾ മറ്റേ ഇയാളാണ് മറ്റേ ഗൾഫിൽ വർക്ക് ചെയ്യുന്നു, ഇല്ലെങ്കിൽ US എഞ്ചിനീയർ ആണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. അഡ്വർടൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫിസിക്കലായിട്ടുള്ള ചില പാരാമീറ്റേഴ്സാണ് ഇവൻ്റെ ക്വാളിറ്റി. ഹൈറ്റ് ഒരു ക്വാളിറ്റിയാണ്, ടസ്കിൻ്റെ സൈസ്, കൊമ്പിൻ്റെ. ഇതിന് നമ്മൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ എന്ന് പറയും. മീശ, ആണുങ്ങളുടെ മീശ എന്നൊക്കെ പറഞ്ഞ പോലെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ. അത് ആ ഇതിന് മാത്രമേ ഉണ്ടാവുള്ളൂ. കൊമ്പൊരു വലിയൊരു ഫാക്ടറായിരുന്നു, കൊമ്പിൻ്റെ സൈസ്. ഈ മെയിൽ സെലക്ഷൻ വരുന്ന കേസിൽ ഫീമെയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി, അവക്കാണ് ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവുക. അത് കണ്ടിട്ടാണ് ഇയാൾ തീരുമാനിക്കുന്നത് ഏത് ഇയാളെ അക്സെപ്റ്റ് ചെയ്യും. ഫീമെയിൽ സെലക്ഷനിൽ ഡിഫറെൻ്റ് ആണ്. ഫീമെയിൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അവൾ നോക്കുന്ന കൃത്യമായിട്ടുള്ള, അതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് മയില്. ഫീമെയിൽ വലിയ ഭംഗിയൊന്നുമില്ല, അറിയാലോ. പക്ഷെ മെയിലാണെങ്കിൽ ഇവിടെയാണ് മറ്റേ വിഷറിയൊക്കെ വെച്ചിട്ട് നൃത്തമാടി പറയാണ്, നോക്കൂ ഞാനെന്ത് ഹാൻസമാണ്. അപ്പോൾ ഫീമെയിൽ നോക്കും, വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കും. അങ്ങനെ അവർ കോട്ട്ഷിപ്പിലേക്ക് പോകും. കോട്ട്ഷിപ്പിൽ പോകും, ഫീമെയിൽ മുട്ടയിടും, ഫീമെയിൽ കുഞ്ഞുങ്ങളെ വളർത്തും. അത് അവളുടെ റെസ്പോൺസിബിലിറ്റി, ലൈക്ക് ഇൻ ദ എലഫന്റ്. ഓക്കെ, അവിടെയാണ് ഫീമെയിൽ സെലക്ഷൻ. ഫീമെയിൽ സെലക്ഷൻ നോക്കുന്നത് കൃത്യമായിട്ടും മെയിലിൻ്റെ ക്വാളിറ്റിയാണ് നോക്കുന്നത്, ജേം ബ്ലാസ്റ്റിൻ്റെ ക്വാളിറ്റിയാണ്. അവിടെയാണ് ഒരു പുതിയ തിയറി വരുന്നത്, ഇറ്റ്സ് കോൾഡ് ഹാൻഡിക്യാപ്പ് ഹൈപ്പോത്തസിസ്. ഹാമിൽട്ടൺ സൂക്ക് എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റ്. ഹാൻഡിക്യാപ്പ് ഹൈപ്പോത്തസിസ് പറയുന്നത്, നോക്കൂ എനിക്ക് ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ഉണ്ട്, അറ്റ് ദ സെയിം ടൈം അതെന്നെ ഏറ്റവും വീക്കാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ മയിലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു മയിൽ ഏറ്റവും വലിയ വാലുള്ള മയിലാണ്, ഏറ്റവും ഭംഗിയുള്ള മയിൽ, ഫിറ്റായിട്ടുള്ള മയിലും, അതായത് ജനറ്റിക്കലി ഫിറ്റ്. ഈ മയിൽ പറന്നു പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒത്തിരി ടൈം എടുത്തിട്ട് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രിഡേറ്ററിന് ഈസി ആയിട്ട് തന്നെ കൊല്ലാം. അപ്പോൾ മയിൽ പറയാണ്, നോക്കൂ എനിക്ക് ഇത്ര വാലുണ്ട്, ഞാൻ ഇത്രയും പ്രിഡേറ്ററിൻ്റെ മുകളിൽ ഞാൻ രക്ഷപ്പെട്ടു വന്നവനാണ്, ഓക്കെ, എനിക്ക് അത്രയും കഴിവുണ്ടായിട്ടാണ്, ജനറ്റിക്കലി എൻ്റെ ജനിതകം അത്രയും പെർഫെക്റ്റ് ആണ്. ഇതാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ. ഇതാണ് ഹാമിൽട്ടൺ സൂക്ക് ഹൈപ്പോത്തസിസ്. എലഫൻ്റെ കേസിലും ബുൾസിൽ കൊമ്പാണ്. കൊമ്പ് മാത്രമല്ല, ഫെറമോൺസിൻ്റെ സ്മെല്ല്, ഫെറമോൺസിൻ്റെ ഫ്ലോ, ഒരുപാട് വേറെ നമ്മൾ അറിയാത്ത ക്യൂസ് കാണും കേട്ടോ, പലതും കാണും നമ്മൾ അറിയാത്ത നമ്മളുടെ, കാരണം നമ്മളല്ലല്ലോ ഇത് എലഫൻ്റെ, ഇത് നമുക്ക് അത്രയും പേഴ്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സ്മെല്ലിലും അത് ഇൻഡിവിജ്വൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മാത്രമല്ല, മേ ബി ഡോമിനൻസ് കാണിക്കുന്ന ഫെറമോൺസ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ സെലക്ഷൻ പ്രോസസ്സ്. ഇറ്റ്സ് എ ഹൈലി, ഇത് എല്ലാ ജീവികളിലും നടക്കുന്ന ഒരു സംഭവമാണ്, എക്സെപ്റ്റ് ഇൻ ഹ്യൂമൻ ബീയിങ്ങിൽ ആ മൊത്തം സിസ്റ്റം മാറിയ ഒരു ലെവൽ. ബാക്കി പ്രകൃതിയിൽ ഇത് ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിലേ നടക്കുള്ളൂ.